അങ്ങനെ ക്രിസ്റ്റൽ പാലസ് 4-0 ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത്. ഒരു എംബാരസിംഗ് പെർഫോമൻസ് ആണ് നമ്മൾ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് ഇന്ന് കാണാൻ സാധിച്ചത്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. ഇപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഡിഫൻസിൽ കാസമീറോ പ്ലസ് ജോണി വാൻസ്. മറ്റ് ഓപ്ഷൻസ് അവൈലബിൾ അല്ല, ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ക്രിസ്റ്റൽ പാലസ് പോലുള്ള ഒരു ടീമിനെതിരെ കളിപ്പിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഫിസിക്കലായിട്ട് ഡ്രിബിൾ ചെയ്ത് സ്പീഡോടെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 ഡിഫൻഡർമാരെയും ഇന്ന് സ്കൂൾ ചെയ്തിട്ടാണ് ക്രിസ്റ്റൽ പാലസ് വിട്ടത്. കസമിറോയുടെ സൈഡിൽ നിന്നും ജോണി ഇവാൻസിന്റെ സൈഡിൽ നിന്നും ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് മുതലെടുക്കാൻ ക്രിസ്റ്റൽ പാലസിന് കഴിഞ്ഞു. എടുത്തു പറയേണ്ടത് ഒലീസയുടെ ആദ്യത്തെ ഗോളൊക്കെയാണ്. ഡ്രിബിൾ ചെയ്ത് പോകുന്നു, മിഡ്ഫീൽഡിൽ നിന്ന് 2 പേരെ ഡ്രിബിൾ ചെയ്ത് വളരെ ഈസി ആയിട്ട് മുമ്പോട്ട് പോകുന്നു. ഡിഫൻസിൽ കോബി മൈനോ, എറിക്സൺ, ജോണി ഇവാൻസ് ഒക്കെ പിന്നാലെ ഓടുന്നുണ്ട്. പക്ഷെ കൂളായിട്ട് ബോക്സിനകത്ത് നിന്ന് ഷോട്ട് എടുക്കുന്നു. ഒനാന ചാടി നോക്കി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 12ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് ക്രിസ്റ്റൽ പാലസ് വരികയാണ്. പിന്നെ പതുക്കെ കളിയുടെ കൺട്രോള് പാലസ് അങ്ങ് ഏറ്റെടുത്തു. ഒരുപാട് ചാൻസുകൾ അവർക്ക് ഉണ്ടായിരുന്നു. യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് ഒഫെൻസീവ്ലി വളരെ മോശം പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. 2 ചാൻസ് അങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്തുള്ളൂ. എനിക്ക് ഓർമ്മയിലുള്ളത് അവർ കൺസീഡ് ചെയ്ത സെറ്റ് പീസിന് വന്നൊരു ഗോളും പിന്നീട് എറിക്സന്റെ ഒരു ഫ്രീ കിക്കും മാത്രമാണ്. ഇത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു ചാൻസ് പോലും യുണൈറ്റഡ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പാലസിന്റെ സൈഡിൽ നിന്ന് ഒന്നിനു പിറകെ ഒന്നായിട്ട് അറ്റാക്ക് വന്നുകൊണ്ടേയിരുന്നു. അവിടുത്തെ അറ്റ്മോസ്ഫിയർ നോക്കിയാലും വളരെ കൃത്യമായിട്ട് ഫാൻസിന്റെ ഒരു സപ്പോർട്ട് പാലസിനുണ്ടായിരുന്നു. അധികം വൈകാതെ മറ്റേറ്റയുടെ മറ്റൊരു ഡ്രിബിളിംഗ് മൂവാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ മിഡ്ഫീൽഡിലൂടെ ഒക്കെ 2 പേരൊക്കെ ഈസി ആയിട്ട് ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു, ആൾക്കാർ ടാക്കിൾ ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ആരും താഴെയൊന്നും വീഴുന്നില്ല. അവരെയൊക്കെ വെട്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിട്ട് മറ്റേറ്റയുടെ മറ്റൊരു കിടിലം ഷോട്ട് വരുന്നു. ഇതിന്റെ സ്പീഡും പ്ലേസ്മെന്റും കൊണ്ട് മാത്രം ഒനാനയ്ക്ക് തടയാൻ സാധിച്ചില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 2 ഗോളിന്റെ ലീഡിലേക്ക് പാലസ് വരികയും ചെയ്തു. ഇവാൻസിന്റെ കാര്യം നമുക്ക് പറയേണ്ടതുണ്ട്. പുള്ളിക്ക് 34 വയസ്സായി. ഇതുപോലുള്ള ഹയർ സ്റ്റേജിലൊന്നും ഇനി കളിക്കാൻ പുള്ളിയെ കൊണ്ട് പറ്റില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കസമീറോയുടെ വൺ ഓഫ് ദി വേഴ്സ്റ്റ് പെർഫോമൻസ് ആണ് ഞാനിന്ന് കണ്ടത്. കാരണം അവസാനമൊക്കെ ആയതോടെ കസമീറോ ഇങ്ങനെയാണ് കാണിക്കുന്നത്: നിങ്ങൾ വേണമെങ്കിൽ അടിച്ചിട്ട് പോട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് കളിക്കാരൊക്കെ വന്നു എന്ന് പറയേണ്ടി വരും. ലെഫ്റ്റ് വിങ്ങിലൂടെ ഗർണാച്ചോ ആയാലും മൗണ്ട് ആയാലും ഓടുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു കാര്യമില്ല. അവസാന നിമിഷം കട്ട് ബാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ പാലസ് ഈസി ആയിട്ട് വന്ന് ബോൾ റിക്കവർ ചെയ്യുന്നു. മറ്റൊരു അറ്റാക്കിലേക്ക് അവർ പോവുകയാണ്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ വിചാരിച്ചു ഓക്കെ 1-0 മുമ്പിൽ എത്തി, പിന്നീട് 2-0 ലീഡിലേക്ക് വന്നു. സെക്കൻഡ് ഹാഫിലും യാതൊരു ചേഞ്ചും വന്നില്ല. നമ്മൾ ബ്രൂണോനെ പലപ്പോഴും കുറ്റം പറയാറുണ്ട്, അയ്യോ ബ്രൂണോ ഇന്ന് കളിച്ചില്ല, പുള്ളി ക്യാപ്റ്റനാണ്. ഇന്ന് ക്യാപ്റ്റന്റെ ആംബാൻഡ് കസമിറോക്ക് കൊടുത്തത് വലിയൊരു മണ്ടത്തരമാണെന്ന് പറയേണ്ടി വരും. പുള്ളിയുടെ ഈ പെർഫോമൻസും ഒരു യുണൈറ്റഡിന്റെ ക്യാപ്റ്റനായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് മാത്രമല്ല, ബ്രൂണോ അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും പലപ്പോഴും സ്കോർ ചെയ്യാറുണ്ട്. ഇന്ന് അതുപോലും ചെയ്യാൻ യുണൈറ്റഡിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സെക്കൻഡ് ഹാഫിൽ വന്നതോടെ ഒലീസിയുടെ മറ്റൊരു ഗോൾ വരുന്നു. ഇവിടെ ബോക്സിന് പുറത്ത് നിന്നുള്ള ഷോട്ടാണ്. എനിക്ക് തോന്നുന്നു ഒനാന സേവ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ഷോട്ടാണ്, പക്ഷെ പുള്ളിക്ക് അത് സേവ് ചെയ്യാൻ പറ്റിയില്ല. 1-2 പ്രാവശ്യം ഒനാന നോക്കി നിൽക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പുള്ളി ഗോൾ കൺസീഡ് ചെയ്ത് മടുത്തു എന്നുള്ള സിറ്റുവേഷനാണ്. അവസാനം മിഷലിന്റെ 4ാമത്തെ ഗോൾ കൂടെ വന്നതോടെ കളി ഏതാണ്ട് പോക്കറ്റിലാക്കി ക്രിസ്റ്റൽ പാലസ് മുമ്പോട്ട് പോയി. അവർ മിസ് ചെയ്ത ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 8-9 ഗോളൊക്കെ സ്കോർ ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് പാലസ് പോവുമായിരുന്നു. 18 ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു, 10 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് വന്നു. എന്നാൽ 2 ചാൻസുകൾ മാത്രമേ കൃത്യമായിട്ട് യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം. ഇതുപോലെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു സീസൺ അവസാനിച്ചാൽ മതി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ എക്സ്പെക്ടേഷൻ പോട്ടെ, മിനിമം ഒരു ചാമ്പ്യൻഷിപ്പ് ടീം കളിക്കുന്ന ആ ഒരു ഗതിയിൽ പോലും യുണൈറ്റഡ് ഇപ്പോൾ കളിക്കുന്നില്ല. എന്തായാലും ടെനാഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്രൈസിസിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. മാനേജ്മെന്റ് പുള്ളിയെ ബാക്ക് ചെയ്യുമോ അല്ലെങ്കിൽ അടുത്ത സീസണിൽ അവസരം കൊടുക്കുമോ, ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരുപാട് പ്ലേയേഴ്സിനെ പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.